يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എത്രയും സ്നേഹം നിറഞ്ഞ ലേന്തി ഖുർആൻ പഠിതാക്കളെ, വീണ്ടും നമ്മൾ സൂറത്തുൽ അഹ്സാബിൻ്റെ ഖുർആൻ പഠന പരമ്പരയിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പഠിച്ച ആയത്തുകൾ ഏകദേശം 19 വചനങ്ങളാണ്, അതിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഭാഗം മുകളിൽ അതിൻ്റെ ഖിറാഅത്ത് നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചുവല്ലോ. 20-ാമത്തെ വചനം ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് മുനാഫിക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് അല്ലാഹു ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. 20-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് യഹ്സബൂന, അവർ വിചാരിക്കുന്നു, അൽ അഹ്സാബ കക്ഷികളെ അല്ലെങ്കിൽ സംഘങ്ങളെ, ലം യദ്ഹബു അവർ പോയിട്ടില്ലെന്ന്, വ ഇൻ യഅതി വരുന്ന പക്ഷം, അൽ അഹ്സാബ് സൈന്യ കക്ഷികൾ, യവദ്ദു അവർ കൊതിക്കും, അതല്ലെങ്കിൽ അവർ മോഹിക്കും, ലൗ അന്നഹും അവരായിരുന്നെങ്കിൽ എന്ന്, ബാദൂന മരുഭൂവാസികൾ, ഫിൽ അറാബികളിൽ നിന്ന്, യസ്അലൂന തങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട്, അൻ അംബാഇക്കും നിങ്ങളുടെ വൃത്താന്തങ്ങളെപ്പറ്റി, വലൗകാനു അവർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നാലും, ഫീക്കും നിങ്ങളിൽ, മാ ഖാതലു അവർ യുദ്ധം ചെയ്യുകയില്ല, ഇല്ല കലീല അല്പമല്ലാതെ. 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സഖ്യകക്ഷികളെക്കുറിച്ച്, അവർ സ്ഥലം വിട്ടുപോയിട്ടില്ലെന്ന് അവർ വിചാരിക്കുന്നു. സഖ്യകക്ഷികൾ വീണ്ടും വരികയാണെങ്കിലോ അവർ കൊതിച്ചേക്കും. നിങ്ങളുടെ അഥവാ സത്യവിശ്വാസികളുടെ വൃത്താന്തങ്ങളെപ്പറ്റി ചോദിച്ചറിഞ്ഞുകൊണ്ട് തങ്ങൾ അറാബികളുടെ കൂട്ടത്തിൽ മരുഭൂവാസികളായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്, അവർ നിങ്ങളിൽ ഉണ്ടായിരുന്നാലും അല്പമാത്രമല്ലാതെ അവർ യുദ്ധം നടത്തുകയില്ലതാനും. ഇതാണ് 20-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മുനാഫിക്കുകളുടെ അഥവാ കപടവിശ്വാസികളുടെ ഉള്ളിലെ പേടിയും പരിഭ്രമവും എത്രത്തോളം അവർ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതുമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത്. അഥവാ ശത്രുക്കൾ പോയിട്ടും മാറാത്ത ഭയം അവർക്കുണ്ടായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ മദീനയെ ആക്രമിക്കാൻ വന്ന ശത്രു സൈന്യങ്ങൾ, അവർക്കുണ്ടായ കടുത്ത കൊടുങ്കാറ്റും തണുപ്പുമൊക്കെ ഉണ്ടായി പേടിച്ച് ചിന്നിച്ചിതറി ആ സ്ഥലം വിട്ടു കഴിഞ്ഞ വിഷയങ്ങൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധക്കളം ഏകദേശം ശാന്തമായ ഒരവസ്ഥ. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ കപടവിശ്വാസികളായ മദീനയിലുണ്ടായിരുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ കടുത്ത ഭീരുത്വവും പരിഭ്രമവും കാരണം ശത്രുക്കൾ പോയി എന്നത് അവർക്ക് വിശ്വാസമായില്ല. അവരിനിയും വന്ന് ആക്രമിക്കുമോ എന്നൊക്കെയുള്ള ഇവർക്ക് വല്ലാത്തൊരു പേടി ഈ കപടവിശ്വാസികൾക്ക് അഥവാ മുനാഫികൾക്കുണ്ടായിരുന്നു. ശത്രുക്കൾക്ക് താൽക്കാലികമായി ഒന്ന് മാറിയതാണെന്നും അവർ യുദ്ധം നിർത്തി പോയിട്ടില്ലെന്നും ഉടനെ വീണ്ടും വന്ന് യുദ്ധം തുടരുമെന്നും ഈ ഭീരുക്കളായ മുനാഫിക്കുകൾ ധരിക്കുകയാണ്. ശത്രുക്കൾ പോയിട്ടും അവരുടെ മനസ്സിലെ പേടി പോയില്ല, അതവിടെ അവശേഷിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ചുരുക്കം.
നോക്കൂ നിങ്ങൾ. മാത്രമല്ല ഈ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ആരാണ് ഈ അയറാബുകൾ അഥവാ ബദുക്കൾ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ബദുക്കൾ എന്ന് പറഞ്ഞാൽ അല്ലേ, അമാനുമല്ലവി അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പരീക്ഷയ്ക്കൊക്കെ ആ ഭാഗം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അയറാബുകൾ മരുപ്രദേശങ്ങളിൽ, അതായത് മരുഭൂമികളിൽ കൂടാരങ്ങൾ കെട്ടി താമസിക്കുന്ന കൂടാരവാസികളായ അറബികളെയാണ് യഥാർത്ഥത്തിൽ അയറാബുകൾ അല്ലെങ്കിൽ ബദുക്കൾ എന്ന് വിളിക്കുന്നത്. നഗരജീവിതത്തിൽ നിന്നൊക്കെ മാറി വെളിപ്രദേശങ്ങളിലാണ് ഇവർ കഴിയുന്നത്. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മരുഭൂമിയിലേക്ക് ഒളിച്ചോടാനുള്ള മോഹം, അതായത് ശത്രുക്കൾ വീണ്ടും മടങ്ങി വന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവരുടെ നിലപാടാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അഥവാ വന്നാൽ മദീനയിലല്ലാതെ ദൂരെ വെളിപ്രദേശങ്ങളിൽ ഈ ബദുക്കൾ താമസിക്കുന്ന ഇടങ്ങളിൽ പോയി ഒളിച്ചു താമസിക്കുക. എന്നിട്ട് അങ്ങനെ അവർ കൊതിക്കും, ഞങ്ങൾ ബദുക്കളുടെ കൂട്ടത്തിൽ താമസിക്കുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നതാണ്, എത്ര നന്നായിരുന്നേനെ എന്ന നിലയ്ക്കാണ് അവരെന്ത് ചെയ്യുക, അവരതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് വീണ്ടും പറയുന്നത്. അതായത് ഈ മരുഭൂമിയിൽ പോയി അവരോടൊപ്പം താമസിക്കും. എന്നിട്ട് മുസ്ലിങ്ങൾ നേരിടുന്ന ആപത്തുകളുടെ ഭാഗമാക്കേണ്ട വരാതെ അവിടെ ഒളിഞ്ഞു താമസിക്കാമല്ലോ, അവർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ മുനാഫിക്കുകളുടെ നേരെ എന്ന നിലയ്ക്കുള്ള ചിന്തയാണ് അവർക്ക് ആ ഒരു ചിന്ത വരാനുള്ള കാരണം. അങ്ങനെ പോയി താമസിക്കുക എന്ന ചിന്ത വരാനുള്ള കാരണം. ദൂരെ നിന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും സാധിക്കും. ഒളിച്ചിരുന്നു കൊണ്ട് അവിടെ എന്തൊക്കെയാണ് മുസ്ലിങ്ങളായ ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ ആ വാർത്തകൾ മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുടില ബുദ്ധികൾ, മുനാഫിക്കളുടെ നിഫാക്കിൻ്റെ സ്വഭാവങ്ങളാണ് അവരിതിലൂടെ പറയുന്നത്. അതേ സമയത്ത് യുദ്ധത്തിൻ്റെ കഷ്ടപ്പാടോ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന വിശ്വാസികളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളോ ഒന്നും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, തട്ടരുത്, ഞങ്ങൾക്കത് ബാധിക്കരുത് എന്ന ഒരു കാഴ്ചപ്പാട്. പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കുണ്ടാകരുത്, എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയുകയും വേണം, ഇത് മറ്റുള്ള ശത്രുക്കൾക്ക് അറിയിച്ചു കൊടുക്കുകയും വേണം. ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കുകൾക്കുണ്ടായിരുന്നത്. ഞങ്ങൾ വെറും കാഴ്ചക്കാരായി നിൽക്കാനുള്ള ഒരു തരം താഴ്ന്ന, അങ്ങനെ നമുക്ക് പറയാം, അത്തരത്തിലുള്ള ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കുകൾക്കുണ്ടായിരുന്നത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ മുനാഫിക്കുകളുടെ ഈ കുടിലമായ തന്ത്രത്തെ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശത്തെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി വിശദീകരിക്കുന്നതായി കാണുന്നത്. കൂടെ ഉണ്ടായാൽ പോലും ഇനി ഒരു പ്രയോജനവുമില്ലാത്ത ആളുകളാണ് മുനാഫിക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ തഫ്സീറിൽ, അതിൻ്റെ ആയത്തിൻ്റെ തഫ്സീറിൽ ഇവിടെ അമാനുമല്ലവി പ്രത്യേകം കൊടുക്കുന്നുണ്ട്. ശത്രുക്കളുമായി യുദ്ധം നടക്കുമ്പോൾ ഈ കപടവിശ്വാസികൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ മദീനയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ പോലും അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. കാരണം അവർ ഒരിക്കലും മനഃപൂർവ്വം യുദ്ധത്തിൽ പങ്കുചേരുകയോ മുസ്ലിങ്ങളെ സഹായിക്കുകയോ ചെയ്യുകയില്ല. മറിച്ച് മുസ്ലിങ്ങൾക്ക് ശത്രുത ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ നിർവഹിക്കുക എന്നതാണ് അള്ളാഹു ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ചുരുക്കി പറഞ്ഞാൽ അവരിങ്ങനെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറയുകയും എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒളിഞ്ഞു മാറി നിന്ന് ഇവിടെയുള്ള വാർത്തകൾ ചോർത്തി കൊടുത്തും ഇത് കണ്ട് രസിച്ചുമൊക്കെ അത്തരത്തിലുള്ള ഒരു സ്വഭാവം മുനാഫിക്കുകൾക്കുണ്ടായിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിൽ പല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരീക്ഷയും നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതും കൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകണം. ഒന്നാമത്തെ കാര്യം, ശത്രുക്കൾ പിൻവാങ്ങാനുള്ള കാരണം എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. കൊടുങ്കാറ്റും അതിശൈത്യവും തണുപ്പുമൊക്കെയാണ് എന്ന ആയത്തുകളിലുണ്ട്. അതുപോലെ അറാബുകൾ എന്ന് പറഞ്ഞാൽ ബദുക്കളാണ്, മരുപ്രദേശങ്ങളിൽ താമസിക്കുന്ന കൂടാരവാസികളായ അറബികൾക്കാണ് അത് പറയുക. അതുപോലെ മറ്റൊരു കാര്യം ഈ ആയത്തിലുള്ളത് മുനാഫിക്കുകളുടെ തെറ്റായ ധാരണയെക്കുറിച്ചാണ്. അഥവാ ശത്രുക്കൾ യുദ്ധം നിർത്തിപ്പോയിട്ടില്ല, ഉടനെ വീണ്ടും വന്ന് ആക്രമിക്കും എന്ന ഒരു ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുനാഫിക്കുകളുടെ മോഹത്തെക്കുറിച്ചാണ്. മരുഭൂമിയിൽ ഒളിച്ചിരുന്ന് മുസ്ലിങ്ങളുടെ വാർത്തകൾ ദൂരെ നിന്ന് കണ്ടറിയുക എന്ന ഒരു ദുഷ്മോഹമാണ് അവർക്കുണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ സാന്നിധ്യമാണ്. മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടായാൽ പോലും മനഃപൂർവ്വം യുദ്ധത്തിൽ പങ്കെടുക്കുകയോ ഫലപ്രദമായി ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന നിലക്കുള്ള ഒരു സാന്നിധ്യമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അതിൻ്റെ 21-ാമത്തെ വചനത്തിലേക്ക് കടന്നു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തും കൃത്യമായി പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 21-ാമത്തെ വചനം,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്, ഫീ റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിൽ, ഉസ്വത്തുൻ മാതൃകയുണ്ട് അല്ലെങ്കിൽ പിന്തുടർച്ചയുണ്ട്, ഹസനത്തുൻ നല്ലതായ, ലിമൻ ഏതൊരാൾക്ക്, കാന യർജു പ്രതീക്ഷിക്കുന്നു, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ, ലിമൻ കാന യർജുല്ലാഹ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, വൽ യൗമൽ ആഖിറ അതുപോലെ അന്ത്യനാളിനെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, വദക്കറ ഓർമ്മിക്കുകയും ചെയ്ത അള്ളാഹുവിനെ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക്, കസീറ ധാരാളമായി അല്ലെങ്കിൽ വളരെയധികം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പ്രധാനമായും പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവി കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പരീക്ഷണ രാത്രിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മാതൃകകൾ നമുക്കവിടെ കാണാൻ കഴിയും. ആ യുദ്ധത്തിൻ്റെ സാഹചര്യമാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പ്രവാചകൻ്റെ അചഞ്ചലമായ ധീരത, അതുപോലെ തന്നെ കപടവിശ്വാസികൾ ഒളിച്ചോടാൻ നോക്കുന്ന സാഹചര്യത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് നിലകൊണ്ടത് എന്ന് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. കൊടുങ്കാറ്റും അതിശൈത്യവും കടുത്ത തണുപ്പും പെരുമഴയും ഒന്നിനുമീതെ മറ്റൊന്നായി അസഹ്യമായ ഭയാനകരമായ രാത്രിയിൽ പ്രവാചകൻ ധൈര്യമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലക്ക് ഒരു ഭയവും ബാധിക്കാതെ അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനപേക്ഷിച്ചുകൊണ്ടും ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലും പ്രാർത്ഥനയിലും മുഴുകിയിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ വലിയ മാതൃകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നിശ്ചയമായും നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ലതായ ഒരു മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രവാചകനിൽ നല്ല മാതൃകയുണ്ട് എന്നാണ്. പ്രവാചകൻ ആ പ്രാർത്ഥിച്ച ഉയർന്ന സ്ഥലം, അതിനെ സംബന്ധിച്ച് മദീനയിലെ മസ്ജിദുൽ ഫതഹ് അഥവാ വിജയത്തിൻ്റെ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ ആ സ്ഥലത്തെ സംബന്ധിച്ച് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. അമാനുവൽ പ്രത്യേകം അത് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിലെ അസഹ്യമായ വിശപ്പും കഠോരമായ തണുപ്പുമുള്ള ആ ഒരു മനുഷ്യ സഹജമായ ഭയപ്പാടുമൊക്കെ കാരണം മുസ്ലിങ്ങൾ വല്ലാത്തൊരു പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലൂടെ മുന്നോട്ട് പോകുന്ന അസഹ്യമായ ഒരു സാഹചര്യത്തിൽ ആ സമയത്താണ് ഇവിടെ 11-ാമത്തെ വചനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അമാനി മൗലവി ഇതിൻ്റെ മുന്നത്തെ 11-ാമത്തെ വചനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. ശത്രുക്കളുടെ തിരക്കും ബഹളവും കേട്ട് അവിടെ ചെന്ന് അവരുടെ വിവരം അറിഞ്ഞു വരാൻ ആരുണ്ട് എന്ന് പ്രവാചകൻ 2-3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചെങ്കിലും ആ കഠിനമായ ഒരു അവസ്ഥ കാരണം ആരും മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പേരെടുത്ത് വിളിച്ചു ചോദിച്ചു, ഹുദൈഫ, നീ പറയുന്നത് താങ്കൾ കേട്ടില്ലേ? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, തഫ്സീറിൽ നമുക്ക് കാണാം, തിരുമേനി ആപത്തും അതിശൈത്യവും അങ്ങേക്ക് മറുപടി നൽകാൻ എന്നെ സമ്മതിക്കാതിരുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നതോടെ അദ്ദേഹം തൻ്റെ എല്ലാ പ്രയാസങ്ങളും മറന്ന് ശത്രുക്കളുടെ വിവരം ഗൂഢമായി രഹസ്യമായി അറിഞ്ഞു വരാൻ പുറപ്പെടുന്ന ചരിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തത് അവിടെ കൊടുക്കുന്നതായി കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വിജയവാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെ തുടർന്നു കൊണ്ടിരിക്കെ താമസിയാതെ ജിബ്രീൽ വന്ന് വിജയത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടൊരു ദുആ നിർവഹിക്കുന്നത് കാണാൻ കഴിയും. ശുക്രൻ കമാ റഹ്മത്തിനി വറഹ്മത സ്വഹാബി, നന്ദി, എനിക്കും എൻ്റെ സഹാബികൾക്കും നീ കരുണ ചെയ്യുന്നതിന് നന്ദി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിനുശേഷം ഹുദൈഫ റളിയല്ലാഹു അൻഹു മടങ്ങി വന്ന് ശത്രു സൈന്യത്തിൻ്റെ സ്ഥിതിഗതികൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും നിദാനം അവിടെ പറയുന്നത് 9 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ മുസ്ലിങ്ങളെ പറ്റി മൊത്തത്തിലും 12 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ കപടവിശ്വാസികളുടെ ദുർബലമായ ഹൃദയന്മാരായ കപടവിശ്വാസികളെ കുറിച്ചുമാണ് ഈ സൂറത്തിൽ സംസാരിക്കുന്നത്. ഇവിടെ
രണ്ട് തരക്കാരുടെയും യഥാർത്ഥ നിലപാടുകൾ പ്രത്യക്ഷമായി നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖന്തഖ് യുദ്ധത്തിൽ അത് പ്രകടമായ സാഹചര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനി വിശ്വാസികളായ ആളുകളുടെ നിലപാടുകൾ 22, 23 ആയത്തുകളിൽ തുടർന്ന് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. 21-ാം വചനത്തിൻ്റെ മൗലിക പ്രധാനമായ വിഷയം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് കപടവിശ്വാസികൾ അധമാവസ്ഥയിൽ പതിക്കാനും സത്യവിശ്വാസികൾ അങ്ങേയറ്റം പ്രശംസനീയവും മാതൃകാ പുരുഷന്മാരുമായി പുരോഗമിക്കുവാനുള്ള അടിസ്ഥാന കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിക്കുക, ഇത്തിബാ ചെയ്യുക എന്നതാണ്. നമ്മളും ഇന്ന് മനസ്സിലാക്കേണ്ട ഏതൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ഏതൊക്കെ തർക്കങ്ങളും അതുപോലെ തന്നെ ഭിന്നിപ്പുകളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം മാറി യഥാർത്ഥ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള വിജയത്തിൻ്റെ നിദാനം അത് പ്രവാചകന്റെ മാതൃക അത് പിൻപറ്റുക എന്നതാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്റെ മാർഗ്ഗ പ്രയോജനപ്പെടുന്നത് ആർക്കാണ്? റസൂലുള്ളാഹിയുടെ മാതൃക എല്ലാവർക്കും പിന്തുടരാൻ കഴിയില്ല. അതിന് ചില യോഗ്യതകൾ വേണമെന്ന് കൂടി അള്ളാഹു ആയത്തിൽ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. ആ യോഗ്യത എന്താണ്? അത് പൊതുവായി അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കുകയും അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും അതുപോലെ തന്നെ പരലോകത്തെ പ്രതീക്ഷിക്കുകയും അന്ത്യനാളിനെ കുറിച്ച് ബോധവും ഭയപ്പാടും ഉണ്ടായിരിക്കുകയും അള്ളാഹുവിനെ സ്മരണ ശരിക്കും മനസ്സുകളിൽ ഉണ്ടാകുകയും ചെയ്യുന്നവർ മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ് പ്രത്യേകമായി നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ വായിച്ച് പുസ്തകത്തിൽ നിന്ന് പ്രത്യേകമായി പഠിക്കണം. ഈ ആയത്തിൽ പ്രധാനമായും ചില പോയിന്റുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ കൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് മസ്ജിദുൽ ഫതഹ്, നബി ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. കൊടുങ്കാറ്റും മഴയുമുള്ള രാത്രിയിൽ നബി ധൈര്യത്തോടെ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സ്ഥലം, അതിന് മസ്ജിദുൽ ഫതഹ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു അസഹ്യമായ വിശപ്പുള്ള അതിശൈത്യമുള്ള പരീക്ഷണങ്ങളുടെ ആ കൊടും രാത്രിയിൽ ശത്രുക്കളുടെ വിവരം ഗൂഢമായി രഹസ്യമായി അറിഞ്ഞു വരാൻ നബി നിയോഗിച്ച സ്വഹാബി, ആ സ്വഹാബിയുടെ പേര് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്, ആപത്തും അതിശൈത്യവും അങ്ങേക്ക് മറുപടി നൽകാൻ എന്നെ സമ്മതിക്കാതിരുന്നു എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലും അത് കാരണമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്ദി പ്രകാശനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിജയവാർത്ത അറിയിച്ചപ്പോൾ നബി ദുആ ചെയ്തതാണ്, ശുക്രൻ ശുക്രൻ കമാ റഹ്മത്തനി വറഹ്മത്ത അസ്ഹാബി എന്നത് പ്രവാചകന്റെ ദുആ നമുക്ക് ഇതിന്റെ വിശദീകരണത്തിൽ പ്രത്യേകമായി വായിക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും നിദാനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉത്തമമായ മാതൃകയാണ്, ഉസ്വത്തുൻ ഹസന എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രവാചക മാതൃക പ്രയോജനപ്പെടുന്ന ആളുകൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള ഭാഗം. അള്ളാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.